നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 71ന്റെ പരീക്ഷയാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇതിലുള്ളത്. മെയിനായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ കെമിസ്ട്രിയിലെ എലമെന്റ്സ് പീരിയോഡിക് ടേബിൾ, പിന്നെ SCRT ചാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ കൃതികളും കഥാപാത്രങ്ങളും വരുന്നുണ്ട്, പിന്നെ ഏതാണ് ജെറണ്ട് ഇൻഫിനിറ്റീവ് ഉണ്ട്, അതുപോലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കൂ, പഠിച്ചു കാണും എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. തുടങ്ങാം. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 71 എക്സാം. ആദ്യത്തെ ചോദ്യം, 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ, ലബോറട്ടറി തെർമോമീറ്റർ, പൈറോമീറ്റർ. പൈയാണ് ഇവിടെ, പൈറോമീറ്റർ, ക്രയോമീറ്റർ. ഉത്തരം എഴുതിക്കോളൂ. 2. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ചാലനം, സംവഹനം, പ്രതിപതനം, വികിരണം. 3. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഉഷ്ണമേഖല, മരുഭൂമികൾ ഉണ്ടാകുന്നത്. 4. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആരാണ്? കേശവദേവ്, ടി പത്മനാഭൻ, എം മുകുന്ദൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ. 5. ജ്ഞാനപീഠം നേടിയ മലയാളികളും വർഷങ്ങളും എന്നിവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പ് 1966, SK പൊറ്റക്കാട്ട് 1980, തകഴി ശിവശങ്കരപ്പിള്ള 1984, MT വാസുദേവൻ നായർ 1995. 6. SK പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? പാതിരാ സൂര്യന്റെ നാട്ടിൽ, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, ബാലിദ്വീപ്. 7. ഐഡന്റിഫൈ ദ ജെറണ്ട് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് സീയിങ് ഈസ് ബിലീവിങ്. സീയിങ് ഈസ് ബിലീവിങ് നൺ. ഏതാണ് ജെറണ്ട്? 8. He made me dash dance. To by is none of the above. 9. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി ചുവടെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ജില്ലയാണ് 1 കോടിക്ക് താഴെ, 50 ലക്ഷത്തിന് താഴെ, 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ, 1 കോടിക്കും 2 കോടിക്കും ഇടയിൽ. 10. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും, 2 വർഷം വരെയുള്ള ജയിൽവാസവും 20 ലക്ഷം രൂപ പിഴയും, 3 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും, 5 വർഷം വരെയുള്ള ജയിൽവാസവും 50 ലക്ഷം രൂപ പിഴയും. 11. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ദേശീയമാണ്. ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ, ജസ്റ്റിസ് ബി ബാലകൃഷ്ണ എരടി, ജസ്റ്റിസ് രാജേഷ് കുമാർ അഗർവാൾ, ജസ്റ്റിസ് ദീപ ശർമ്മ. 12. താഴെ പറയുന്നവയിൽ ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏതാണെന്ന് കണ്ടെത്തുക. നിയോൺ, ഹീലിയം, സോഡിയം, ആർഗൺ. 13.
പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. 2. പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. 3. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ഓപ്ഷൻ നോക്കുക, ഇതിൽ ശരിയായവയാണ്, എഴുതിക്കോളൂ. 14. ചുവടെ തന്നിരിക്കുന്നതിൽ 15ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നൈട്രജൻ, ഫ്ലൂറിൻ, ഫോസ്ഫറസ്, ബിസ്മത്ത്. 15. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ലോഹ സ്വഭാവം കൂടുതൽ, അയോണീകരണ ഊർജം കുറവ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്, അയോണീകരണ ഊർജം കൂടുതൽ. അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. ഉത്തരങ്ങളെല്ലാം കിട്ടിയല്ലോ അല്ലേ? നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ ചോദ്യം, 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. ബി. 2. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം. ബി. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരത്തിലെ കഥാപാത്രം. എഴുതിയത് OV വിജയൻ. 4. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം, നായക കഥാപാത്രമാണ് രഘു. 5. ജ്ഞാനപീഠം നേടിയ മലയാളികളും വർഷങ്ങളും എന്നിവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ ആണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1965. 6. SK പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഒരു ദേശത്തിന്റെ കഥ. സി. ഒരു ദേശത്തിന്റെ കഥ. 7. ഐഡന്റിഫൈ ദ ജെറണ്ട് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് സീയിങ് ഈസ് ബിലീവിങ്. ഇതിലെ ജെറണ്ട് ഏതാണ്? സീയിങ് ആണ്. വെർബിന്റെ കൂടെ ING ഫോം ചേർത്തുണ്ടാക്കുന്നതാണ് ജെറണ്ട്. ജെറണ്ട് ഒരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 8. ഹി മെയ്ഡ് മീ ഡാൻസ്. അത്രയും മതി. നൺ ഓഫ് ദി എബോവ് ആണ്. മെയ്ഡിന് ശേഷം ഇൻഫിനിറ്റീവ് ഒന്നും ചേർക്കേണ്ട കാര്യം ഇല്ല. ഡാൻസ് എന്ന് മതി. ടു അങ്ങനത്തെ ഇൻഫിനിറ്റീവ് ഒന്നും ചേർക്കേണ്ട. ബെയർ ഇൻഫിനിറ്റീവ് ആണ്. 9. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ അധികാര പരിധി ചുവടെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 50 ലക്ഷത്തിന് താഴെയാണ്. ബി. 50 ലക്ഷത്തിന് താഴെ. 10. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ എ. 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപയുമാണ് ശിക്ഷ. 11. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? സി. ജസ്റ്റിസ് രാജേഷ് കുമാർ അഗർവാൾ ആണ്. ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ നിലവിലെ പ്രസിഡന്റ് ആണ്. 12. താഴെ പറയുന്നവയിൽ ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏതാണെന്ന് കണ്ടെത്തുക. 10ാമത്തെ മൂലകം ഏതാണ്? നിയോൺ ആണ്. ഹീലിയം അറ്റോമിക് നമ്പർ 2, സോഡിയം അറ്റോമിക് നമ്പർ 11, ആർഗൺ 18, നിയോൺ 10 ആണ്. 10. 13. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ശരിയാ. ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നത് കൊണ്ട് തന്നെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും പിരീഡിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ശരിയാ. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ശരിയാണ്. അപ്പൊ 3ഉം ശരിയാ. മേൽ പറഞ്ഞവയെല്ലാം അതാണ് ഉത്തരം. 14. ചുവടെ തന്നിരിക്കുന്നതിൽ 15ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ. 15. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ലോഹ സ്വഭാവം കൂടുതൽ ശരി, അയോണീകരണ ഊർജം കുറവ് ശരി, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് ശരി, അയോണീകരണ ഊർജം കൂടുതൽ അത് തെറ്റാണ്. ഓക്കെ,
അപ്പോൾ മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. കട്ട് ഓഫ് 13 കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ 13 കുറച്ച് മാർക്ക് വാങ്ങരുത്. അതിൽ കുറയുവാണെങ്കിൽ ഒന്നുകൂടെ എടുത്ത് റിവൈസ് ചെയ്തിട്ട് പോവാം. 1 മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തെറ്റിയ പോർഷൻ ഒന്ന് റിവൈസ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. വീണ്ടും കാണാം. താങ്ക്